നീ എൻ സ്വന്തം. വൈകിട്ട് 7 മണിക്ക് ദൃശ്യം 2024 വ്ളോഗിൽ. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോകും. പക്ഷെ ഞാൻ പോകുന്നത് എൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തേക്കായിരിക്കും. നിങ്ങൾ ദക്ഷയും കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങണം. എന്നിട്ട് പകുതിക്ക് വെച്ച് അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കൊള്ളാം. ഇന്ന് പിറന്നാൾ ദിവസം മുഴുവൻ സമയവും അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോളാമെന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രീദേവ് പറഞ്ഞു. അത് കലക്കി, വിശ്വം പറഞ്ഞു. കനിക, ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് എനിക്ക് ഒരു ഡീലിങ്സിനും താല്പര്യമില്ല. സഞ്ജീവ് പ്രഭാകർ പറഞ്ഞു. SRD ഗ്രൂപ്പ്, SS ഗ്രൂപ്പ്, ഇതെല്ലാം ശ്രീദേവിൻ്റെ അല്ലേ? ചന്ദ്രമൗലി ഫാമിലിയിലെ കുടുംബാംഗം കൂടിയാണ് ശ്രീദേവ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു സഹായത്തിന് വന്നതിന് മുമ്പ് കനിക സിംഹ സഹായം ചോദിക്കേണ്ടത് ശ്രീദേവിൻ്റെ അടുത്തായിരുന്നില്ലേ? സഞ്ജീവ് ചോദിച്ചു. അത് പറ്റില്ല സഞ്ജീവ്. ചന്ദ്രമൗലി ഫാമിലിയുടെ ഈ ബിസിനസ് കുടുംബപരമായിട്ട് വന്നതാണ്. അതിൽ പക്ഷേ ഇന്നേ വരെ ശ്രീദേവ് കൈ കടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീദേവിനോട് സഹായം ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും നാളും അച്ഛനായിരുന്നു ചന്ദ്രമൗലി ഗ്രൂപ്പ് നോക്കി നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അതുവരെ ഈ ബിസിനസ് ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഞാൻ സഞ്ജീവിൻ്റെ അടുത്തേക്ക് വന്നത്. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ ദൃശ്യം 2024 വ്ളോഗിൽ വൈകിട്ട് 7 മണിക്ക്.